കേരളത്തോടുള്ള കേന്ദ്ര അവഗണന വലിയ നിലയിൽ പല ഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുള്ളതാണ്. പല പദ്ധതികളിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം അതിൽ വലിയ വെട്ടിക്കുറവ് കേരളത്തിന് ഉണ്ടാകുകയും അതിലൂടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അതിൽ നിന്നും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനായി കേരളത്തിനാവുകയും ചെയ്തു. സിന്ധൂരി, അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. കുടിശ്ശികയുണ്ടായിരുന്നു, അതൊക്കെയും ക്രമാനുഗതമായി കൊടുത്തു തീർത്ത് കുടിശ്ശികയില്ലാത്ത നിലയിലേക്ക് വരികയും ക്ഷേമ പെൻഷൻ 2000 രൂപയെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം കേരള സർക്കാർ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇരുട്ടടി ഉണ്ടാകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പലപ്പോഴും ആലോചിച്ചാൽ മതി, നമ്മുടെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ജനക്ഷേമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ഈ നമ്മുടെ സർക്കാർ ചെയ്യുവാൻ ശ്രമിക്കുന്നുള്ളൂ, കേരളം ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടോ, വളരെ ശാന്തമായ രീതിയിൽ അത് നോക്കിയിരുന്ന് ഏറ്റവും അവസാനം അതിന് തടയിടുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര നീക്കം ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിരിച്ചടിയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻകാരുടെ വയറ്റത്തടിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ക്ഷേമ പെൻഷനിൽ സംസ്ഥാന സർക്കാർ മുൻകൂറായി കേന്ദ്ര വിഹിതം നൽകിയിട്ട് പോലും ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം തുക വിതരണം ചെയ്യാതിരിക്കുന്ന ക്രൂരതയാണ് ഇന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി അതോടുകൂടി ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ നൽകിയില്ല. അപ്പോൾ മാസാവസാനമായിട്ടും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ പണം എത്താത്ത സാഹചര്യമാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ വാർദ്ധക്യകാല പെൻഷൻ പോലെയുള്ള ചില ഇനങ്ങളിൽ കേന്ദ്രത്തിന്റെ ചെറിയ സഹായം, അത് ചെറിയ നിലയിൽ മാത്രമാണ്. 300 രൂപ മുതൽ 500 രൂപ വരെയുള്ള ചെറിയ സഹായമാണ് കേന്ദ്രത്തിന് ഇതായി ലഭിക്കേണ്ടത്. അപ്പോൾ അത് ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം മുൻകൂറായ പണം നൽകി പെൻഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നാലെ കേന്ദ്ര സർക്കാർ ആ തുക നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളിലേക്ക്. വാർദ്ധക്യകാല പെൻഷനിൽ 200 രൂപയാണ് കേന്ദ്ര വിഹിതം. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ ലഭിക്കും. വികലാംഗ പെൻഷനിൽ 80% മുകളിൽ അംഗപരിമിതിയുള്ള 18 വയസ്സിന് മുകളിലും 80 വയസ്സിന് താഴെയുമുള്ളവർക്ക് 300 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയുമാണ് കേന്ദ്രവിഹിതം. വിധവാ പെൻഷനിൽ 300 രൂപ വീതമാണ് കേന്ദ്രവിഹിതമുള്ളത്. ഈ തുകയാണ് ഉപഭോക്താക്കൾക്ക് മുടങ്ങിയത്. അതേസമയം ക്ഷേമ പെൻഷനിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എല്ലാ പെൻഷൻകാർക്കും ലഭ്യമായിട്ടുണ്ട്. ഡിസംബറിലെ ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി തന്നെ അനുവദിച്ചിരുന്നു. ഈ തുക 8,46,456 പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്രം നൽകേണ്ടത്. ഡിസംബർ 15-നുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ കൈമാറിയ തുകയാണ് മാസാവസാനമായിട്ടും ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം നൽകാത്തത്. സംസ്ഥാനം മുൻകൂറായി നൽകുന്ന തുക കേന്ദ്ര സർക്കാർ ഒരിക്കലും കൃത്യമായി മടക്കി നൽകിയിട്ടില്ല. ഇത്തരത്തിൽ കേരളത്തിന് നിലവിൽ 265 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. സംസ്ഥാനം മുൻകൂറായി നൽകുന്ന കേന്ദ്രവിഹിതം മുടക്കുന്നത് വഴി സംസ്ഥാന സർക്കാരിനെ പഴികേൽപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.